ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ സ്ട്രോങ് ആയിട്ടുള്ള 2 കണ്ടസ്റ്റൻസ് ആയി എനിക്ക് തോന്നിയിട്ടുള്ള 2 പേരാണ്. ഒന്ന് ജിൻഡോയും മറ്റൊന്ന് സിബിനും. ജിൻഡോ ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം തന്നെ കണ്ടന്റുകൾ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്, മറ്റുള്ള മത്സരാർത്ഥികൾ എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയത്ത്, സേഫ് ഗെയിം കളിച്ചുകൊണ്ട് അവിടെ മാറിയിരുന്ന സമയത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജിൻഡോ. അദ്ദേഹത്തിന് തന്നെ മണ്ടൻ എന്നും മരമണ്ടൻ എന്നും വിളിച്ച് കളിയാക്കിയവരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച, അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ ജിൻഡോ ഒരു നല്ലൊരു പ്ലെയർ ആണ് എന്നുള്ളത് പറയിപ്പിച്ച ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു ജിൻഡോ. മത്സരാർത്ഥികളെ കൊണ്ട് മാത്രമല്ല പുറത്തുള്ള പ്രേക്ഷകരോടും. സിബിനായിക്കോട്ടെ വൈൽഡ് കാർഡായി കയറി എല്ലാ സേഫ് ഗെയിമേഴ്സിനെയും വലിച്ചു കീറുകയും അവരെ ഗെയിമിലോട്ട് കൊണ്ടുവരാനും സിബിന് നല്ലൊരു ശതമാനം സാധിച്ചു എന്നുള്ളത് നമുക്ക് നിർവാഹം പറയേണ്ടി വരും. കാരണം അത്രത്തോളം സിബിൻ ആ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മുടെ ജാസ്മിന് നേരെ സിബിൻ ഒരു ആംഗ്യം കാണിച്ചിരുന്നു, മോശമായിട്ടുള്ള ഒരു ആംഗ്യം. അതിനുശേഷം ഇതെന്തായാലും പുറത്ത് ടെലികാസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് സിബിന് നല്ല വ്യക്തതയുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രൊവോക്കേഷനും അല്ലെങ്കിൽ ഇത്തരത്തിലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് പുറത്ത് നല്ല രീതിയിൽ തന്നെ എയർ ആവപ്പെടും എന്നുള്ളത് സിബിന് നല്ല വ്യക്തമായ ഒരു ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മുടെ ജിൻഡോയും സായും സിബിനും ഇരിക്കുന്ന സമയത്ത് സായി ഈ ഒരു വിഷയം എടുത്തിടുകയാണ്. അതായത് സിബിന് നിനക്ക് ലാലേട്ടൻ വന്നിട്ട് യെല്ലോ കാർഡ് തരും എന്നുള്ള തരത്തിൽ പറയുന്ന സമയത്ത് സിബിൻ പറയുന്നുണ്ട്, ഇനി നമുക്ക് ഈ ഒരു വിഷയം ഇവിടെ സംസാരിക്കേണ്ട, ഇത് ഇവിടെ വെച്ച് നിർത്താം എന്ന് പറയുന്നത്. കാരണം സിബിന് വ്യക്തമായ ബോധമുണ്ട് അത് പുറത്ത് പ്രേക്ഷകർ ചർച്ച ചെയ്യപ്പെടും, വീണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സിബിൻ ആ ഒരു വിഷയം അവിടെ അവസാനിപ്പിക്കാനായി പറയുകയാണ്. അതിനുശേഷം സായി എഴുന്നേറ്റ് പോകുന്നു. ശേഷം അല്പസമയം കഴിഞ്ഞ് ജിൻഡോ പവർ റൂമിന്റെ വാതിൽ തുറന്നു വന്നിട്ട് സിബിനെ വിളിക്കുകയാണ്. സിബിനോട് പറയുകയാണ്, നീ സായിയോട് പറഞ്ഞില്ലേ ഈ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്യേണ്ട, ഇതെവിടെ വെച്ച് അവസാനിപ്പിക്കാം, വീണ്ടും ഒരു ചർച്ചയുടെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും പോയ സായി അവിടെ അഭിഷേകിനെയും നോറയെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. ഒരു പക്ഷേ ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോഴായാലും നിനക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ട് ഇത് തീർച്ചയായും സായി ഉപയോഗിക്കും. ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്, ഇത് മറ്റാരോടും പറയണ്ട എന്ന് സിബിനോട് ജിൻഡോ പറയുകയാണ്. പക്ഷെ ഞാൻ ഈ ഒരു വിഷയത്തിൽ ആലോചിച്ചത് മറ്റൊന്നുമല്ല. കുറച്ച് ദിവസം മുൻപ്, അതായത് ഏകദേശം ഒരു 3-4 ദിവസം മുൻപ് നമ്മുടെ സായും സിബിനും ചേർന്ന് ജിൻഡോയെ കുറിച്ച് ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒരു മണ്ടനാണ്, അദ്ദേഹത്തെ ഒരു മത്സരാർത്ഥിയായി പോലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൂടെ കൂട്ടേണ്ട ആളെയല്ല, പക്ഷെ അദ്ദേഹത്തെ വെറുതെ ഒന്ന് കൂടെ വെക്കുക, പക്ഷെ കാര്യങ്ങളൊന്നും അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് മണ്ടൻ എന്നുള്ള അല്ലെങ്കിൽ മരമണ്ടൻ എന്നുള്ള ഒരു ലേബലിൽ തന്നെയാണ് സിബിൻ അന്ന് സായോട് സംസാരിച്ചത്. അതേ ജിൻഡോ തന്നെ ഇന്ന് സംരക്ഷകനായിട്ട്, അതായത് സിബിന്റെ സംരക്ഷണമായിട്ട് സിബിന് നല്ലത് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ പ്രേക്ഷകർ സത്യത്തിൽ ജിൻഡോ എന്നുള്ള ഒരു മത്സരാർത്ഥി എന്താണ് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. വ്യക്തിപരമായി എനിക്ക് ജിൻഡോയുടെ പല ഗെയിമിനോടും താല്പര്യമില്ല, അദ്ദേഹം പറയുന്ന വാക്കുകളോട് താല്പര്യമില്ല. പക്ഷേ ഇന്ന് ജിൻഡോ സിബിനോട് കാണിച്ച ഒരു ആത്മാർത്ഥത, അതെനിക്ക് വല്ലാത്തൊരു അഭിനന്ദനം അർഹിക്കേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നിയത്. എന്തായാലും സിബിൻ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ജിൻഡോയാണോ അതോ സായാണോ ശരി, ആരുടെ ഭാഗത്താണ്, ആരുടെ ഭാഗമാണ് നമ്മൾ കേൾക്കേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. എന്നാലും പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചെയ്തു.